ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് മഹാത്മാ അയ്യങ്കാളി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജയന്തി ആഘോഷം നടത്തിയത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് മഹാത്മാ അയ്യങ്കാളി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 134ാമത് ജയന്തി ആഘോഷിച്ചത്. ഷഹന നസീം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനങ്ങൾക്കും സാമൂഹികമായും സാമ്പത്തികമായും നീതി ഉറപ്പാക്കി കൊടുത്ത ഭരണഘടനയെ വാർത്തെടുത്ത ഭരണഘടനാ ശില്പിയാണ് ബി.ആർ. അംബേദ്കർ. അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അയ്യങ്കാളിയും. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര പ്രതിഭകളുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ഈ ഗ്രന്ഥശാലകളുടെ പ്രാധാന്യം വളരെയേറെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ യുവതലമുറകൾ തമ്മിൽ മനസ്സിലാക്കാതെ, തമ്മിൽ തിരിച്ചറിയാതെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. കാരണം അവർ സ്വമേധയല്ല, ലഹരി മൂലമാണ്. അവരെ നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയായെങ്കിൽ പോലും അവരെ ഒത്തൊരുമിച്ച് ചേർത്ത് പിടിക്കണം. അവരെ ഒരു വായനയുടെ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വായനാശീലം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ വായന ഒരു ലഹരിയാക്കി അവരെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാതിപതഭേദമില്ലാതെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നൊരു ഇതാണ് ആ മനുഷ്യൻ്റെ. അതിൻ്റെ ഇതായതുകൊണ്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. ഇത് കുറച്ച് വൈകിപ്പോയി, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടത്താം. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എം. വിമോഷ്, സന്തോഷ് കുമാർ, രാഘവൻ, വിമല ഷാജി, പ്രസന്ന, രമേശൻ, സതീഷ്, രാമകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ശിവദാസൻ കെ. മൈനാഗപ്പള്ളി, സുജ പട്ടക്കടവിൽ, അശോകൻ, രാജീവൻ പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.